എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലത്തെ ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കനാണ് എടുക്കേണ്ടത്. അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി, കുറച്ച് വെള്ളം, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഇവിടെ നന്നായിട്ട് കഴുകി ഒട്ടും വെള്ളമില്ലാതെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ കഷ്ണത്തിന് എത്ര വലിപ്പം വേണമെന്ന് മനസ്സിലാകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ വെള്ളമാണ്. അതുപോലെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചേരുവകളൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചു കിട്ടും. ചേരുവകളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇത് മിനിമം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ചിക്കൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് 1 മുട്ട, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 5 ടേബിൾ സ്പൂൺ മൈദ, കുറച്ച് വെള്ളം, കുറച്ച് വൈറ്റ് പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ബേക്കിംഗ് പൗഡർ, ഇത്രയും സാധനങ്ങളാണ്. ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ചെയ്യേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 5 ടേബിൾ സ്പൂൺ മൈദ, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 100 മില്ലി വെള്ളം, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിനി കോട്ടിങ് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ചൂടായ എണ്ണയിൽ ഇത് വറുത്ത് കോരിയെടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 സെറ്റായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഓരോ സെറ്റും 2 മിനിറ്റ് വീതമേ വറക്കുന്നുള്ളൂ. അതിനുശേഷം ഇത് കോരി മാറ്റാം. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ഇതിൻ്റെ കളറൊന്നും മാറുന്നില്ല. അല്ലാതെ തന്നെ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ആദ്യം വറുത്തെടുത്ത ചിക്കൻ പീസസ് എല്ലാം ഒരു പ്രാവശ്യം കൂടെ വറുത്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ വറുത്തെടുക്കുകയാണെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇവിടെ ഇപ്പോൾ അവസാനത്തെ സെറ്റ് ചിക്കനും വറക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ആദ്യത്തെ ആ ഒരു സെറ്റ് വറക്കൽ കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കണം. ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച് 1-2 സെറ്റായിട്ട് വറുത്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ആദ്യം വറുത്ത ചിക്കൻ ഒന്നും കൂടെ വറക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പ്രാവശ്യം വറക്കുമ്പോൾ സമയം നോക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകും. പുറമൊക്കെ ഇതുപോലെ കളറൊക്കെ മാറി ഒന്ന് ക്രിസ്പി ആയിട്ട് വരണം. ഈ സമയത്തും അകം നല്ല സോഫ്റ്റ് ആയിരിക്കും. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. ചില്ലി ചിക്കനിലേക്ക് പ്രധാനമായിട്ട് വേണ്ട സോസുകൾ റെഡ് ചില്ലി സോസും സോയാ സോസുമാണ്. റെഡ് ചില്ലി സോസ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഗ്രീൻ ചില്ലി സോസ് ഉപയോഗിക്കാം. അടുത്തതായിട്ട് ടൊമാറ്റോ സോസാണ് വേണ്ടത്. എല്ലാ സോസുകളും 2 ടേബിൾ സ്പൂൺ വീതം എടുത്തു വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം ഇവിടെ കുറച്ച് വലുപ്പത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. സവോള കുറച്ച് വലുതായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വലുപ്പം മനസ്സിലാകും. അടുത്തതായിട്ട് കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കോൺഫ്ലവർ, ഇത്രയും സാധനങ്ങളാണ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. നല്ല ചൂടായ വെജിറ്റബിൾ ഓയിലിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉടനെ തന്നെ ഇതിലേക്ക് വലുതായിട്ട് മുറിച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ഒരു 1/2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. സവോള ഒട്ടും വെന്ത് വരേണ്ട ആവശ്യമില്ല. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സവോളയുടെ ഇതളൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കണം. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് കാശ്മീരി ചില്ലി,
കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അരച്ചെടുത്തതാണ്. ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില്ലി ചിക്കന് നല്ലൊരു കളറും ടേസ്റ്റും കിട്ടും. ഇവിടെ ഇപ്പോൾ ഒരു അരമിനിറ്റും കൂടെ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇടത്തരം വലുപ്പമുള്ള ഒരു ക്യാപ്സിക്കം മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം ഇതിലേക്ക് സോസുകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. സോയാ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 സോസും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സോയാ സോസ് ചേർത്തത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അവസാനമായിട്ട് ഈ ചേർത്തിരിക്കുന്നത് സോയാ സോസാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചിക്കനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുറച്ച് ഗ്രേവി ആയിട്ടുള്ള ചില്ലി ചിക്കൻ വേണമെന്നുള്ളവർക്ക് 2-3 സ്പൂൺ കോൺഫ്ലവർ എടുത്ത് കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്തതിന് ശേഷം ഒരു 1 മിനിറ്റിൽ കൂടുതൽ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിരിക്കുന്ന സോസുകൾക്കെല്ലാം ഉപ്പുണ്ട്. അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് മുഴുവനായിട്ട് ഗ്രേവി ആകുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസിൻ്റെയും നാനിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്നത്തെ ഈ ചില്ലി ചിക്കൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Thanks for watching.